ഫ്രണ്ട്സ്, എയർപോർട്ടിലേക്കുള്ള ഗ്രൗണ്ട് സ്റ്റാഫിനെ നിയമിക്കുന്നതിനായിട്ട് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഏതെങ്കിലും വിഷയത്തിലൊരു ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എനി ഡിഗ്രിയാണ്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. അതോടൊപ്പം ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യില്ല. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഏതൊക്കെ വാക്കൻസികളാണ് ആദ്യം വിളിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതിലിപ്പോൾ ഓഫീസർ എന്ന് പറയുന്ന തസ്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അത് ടെർമിനൽ സർവീസിലേക്ക് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെക്യൂരിറ്റിയിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്കൊക്കെ നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷനാണ്, റാമ്പിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെ 3 കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഏത് പോസ്റ്റിന് അപ്ലൈ ആണെങ്കിലും നിങ്ങൾക്ക് എന്താണ് ജസ്റ്റ് ഒരു ഗ്രാജുവേഷനാണ് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കൂടെ കാണാം. ഗ്രാജുവേറ്റ് ഇൻ എനി സ്ട്രീമാണ്, അതായത് ജസ്റ്റ് UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ജസ്റ്റ് ഒരു ഗ്രാജുവേഷൻ, എനി ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എഞ്ചിനീയറിങ്ങോ നോൺ എഞ്ചിനീയറിങ്ങോ ഏത് കാറ്റഗറി ആണെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷൻ ഉണ്ടാകും. അത് BA or BTech, BA, BSc, BCom, BBA, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. യാതൊരു എക്സ്പീരിയൻസും വേണ്ട. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വൃത്തിയും മേനയൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷനേ ഉള്ളൂ. വേറെ ഭയങ്കരമായിട്ട് സെറ്റപ്പ് ഒന്നും വേണമെന്നില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള, അതായത് നമ്മൾ യൂണിഫോം ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് പുറത്ത് കാണുന്ന രീതിയിലുള്ള ടാറ്റൂസ് കാര്യങ്ങളൊന്നും പറ്റില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഡ്രസ്സ് ഇട്ടാൽ കവർ ചെയ്യുന്നതാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ. അതോടൊപ്പം തന്നെ നമ്മൾ റൊട്ടേഷണൽ ഷിഫ്റ്റിന് നമ്മൾ തയ്യാറായിരിക്കണം എന്നുള്ളതാണ്. അതായത് ഷിഫ്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും ജോലി. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നൈറ്റ് ഉണ്ടായിരിക്കാം, മോർണിംഗ് ഉണ്ടായിരിക്കാം, അങ്ങനെ പല ഡേയിൽ ഉണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ മാറ്റി നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറായിരിക്കുന്ന കണ്ടീഷനാണ്. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന എലിജിബിലിറ്റി എന്ന് പറയുന്നത് അതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ സെലക്ഷന് പങ്കെടുക്കുമ്പം നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നിങ്ങളെ കയ്യിൽ വേണമെന്ന് വെച്ചാൽ 10ാം ക്ലാസ്, +2, അതുപോലെ ഡിഗ്രിയുടെ മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ വേണം. അതുപോലെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആധാർ കാർഡും വേണം, പിന്നെ പാൻ കാർഡും വേണം. അപ്ഡേറ്റഡ് എന്നാൽ നിങ്ങൾ കുറേ മുൻപ് എടുത്താണെങ്കിൽ, 10 വർഷം മുൻപൊക്കെ എടുത്താണെങ്കിൽ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, അത് അക്ഷയയിൽ പോയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഒന്നെങ്കിൽ പാസ്പോർട്ടോ, ഈ പാസ്പോർട്ട് ഇല്ലെങ്കിൽ പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റോ ഉണ്ടാക്കി വെക്കണം. പാസ്പോർട്ട് നിങ്ങൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക. പാസ്പോർട്ടും ഇതിലേക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എക്സ്പീരിയൻസ് തെളിയിക്കുന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം. അതുണ്ടെങ്കിലും മതിട്ടോ, നിർബന്ധമില്ല. ഇവിടെ കാണാം നിങ്ങൾക്ക് ഇഫ് അപ്ലിക്കബിൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കൊണ്ടുപോയാൽ മതി. ഓക്കെ. ഇനി ഇവിടെ നിങ്ങൾ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ PDF ഒക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ആക്സസ് ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ പറയാം. അപ്പോൾ ഈ ക്ലിക്ക് ഹിയർ ടു എന്നുള്ളത് ജസ്റ്റ് ഇതൊരു ലിങ്കാണ്. ജസ്റ്റ് ഇങ്ങനെ ഇതൊരു PDF ആണെങ്കിൽ ഇതൊരു ലിങ്കാണ്. കൂടെ കാണാം ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്നുള്ളത്. അത് ആക്റ്റീവ് ആവും. അതിൻ്റെ മുകളിൽ മൗസ് വെച്ചാൽ അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. ഞാനിതൊന്ന് ഓപ്പണായി കാണിക്കാം. അപ്പോൾ നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാം AO and CS ഓൺലൈൻ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. പൂനെയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇൻഡിഗോ എയർലൈൻസിൻ്റെ ആണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നതാണ് May 20-നാണ്. ഞാൻ വീഡിയോ ചെയ്യുന്ന ദിവസം May 20 തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ പൂനെ വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതിൻ്റെ എന്താണ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ ഞാൻ വിവരിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇവിടെ കാണാം നിങ്ങൾക്ക് ആദ്യം രജിസ്ട്രേഷനാണ്. രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് സ്ക്രീനിങ് ആണ്. ഓക്കെ. അപ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് അവിടെ ക്വിക്ക് അപ്ലൈ എന്നുള്ളൊരു ബട്ടൺ ഇവിടെ കാണാം. ഇനി നിങ്ങൾ മൊബൈൽ വ്യൂ ആണെങ്കിൽ ചിലപ്പോൾ താഴെ ആയിരിക്കും അത് കിടക്കുന്നത്, നോക്കണം. ഇനി നമുക്ക് 7 ദിവസമാണ് ഇതിൽ അപ്ലൈ ചെയ്യാനുള്ള അതിൻ്റെ ഡെഡ് ലൈൻ ആയിട്ട് പറയുന്നുണ്ട്. 7 ദിവസം പാടേ ഉള്ളൂ. അപ്പോൾ എത്രയാണ് ബാക്കിയുള്ള ഡേയ്സ് എന്നിവിടെ കാണിക്കിട്ടോ നിങ്ങൾ ഇതിലേക്ക് എത്തുന്ന സമയത്ത്. അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാം. എലിജിബിലിറ്റി നിങ്ങൾക്കിവിടെ കാണാം. ഫ്രഷറിന് അപ്ലൈ ചെയ്യാം. ഇനി എക്സ്പീരിയൻസ് ആളുള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫ്രഷേഴ്സിന് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരു ഡൗട്ടും വേണ്ട. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യണം. നിങ്ങൾ പ്രോപ്പറായിട്ട് നമ്മളിപ്പോൾ ഒരു ഏതൊരു വെബ്സൈറ്റിൽ കയറുകയാണെങ്കിൽ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾ ക്വിക്ക് അപ്ലൈ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾ ക്വാളിഫിക്കേഷനൊക്കെ എന്താണോ വെച്ചാൽ അതിൻ്റെ പാസിംഗ് ഇയറും ഇതൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ കൊടുക്കുക. ഓക്കെ. അതിനുശേഷം നിങ്ങൾക്ക് സ്ക്രീനിങ് ഉണ്ടാവും. സ്ക്രീനിങ്ങിൽ നിങ്ങൾക്ക് ഇത് അവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് അസസ്മെൻ്റ് ആണ് ഉണ്ടാകുക. അത് മാത്തമാറ്റിക്കൽ ആൻഡ് സ്പീച്ച് ആൻഡ് റിട്ടൺ ടെസ്റ്റ് ആണ് ഉണ്ടായിരിക്കുക. അതൊക്കെ ഓൺലൈനാണ്. നിങ്ങൾ അവിടെ എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിൽ 10 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അത് മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുപോലെ 2 സ്പീച്ച് അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ ഓരോന്നിനും നമ്മൾ ഓഡിയോ റെസ്പോൺസ് 45 സെക്കൻഡ്സ് മിനിമം കൊടുക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ റിട്ടൺ അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് 2 എക്സ്ട്രാ റിട്ടൺ അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ടോട്ടൽ എത്ര ക്വസ്റ്റ്യനായി? 14 ക്വസ്റ്റ്യൻ മാത്രമാണുള്ളത്. ഈ 14 ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ എന്താണ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആണ് ഉണ്ടാകുക. അത് അവർ ഇൻഡിഗോ എയർലൈൻസിൻ്റെ ആണ് നോട്ടിഫിക്കേഷൻ. അത് അവർ വിളിക്കും. ഓക്കെ. അപ്പോൾ അത് ഡേറ്റ് ഒക്കെ ഇവിടെ അനൗൺസ് ചെയ്യും. നിങ്ങൾക്ക് ഇതിൽ ലോഗിൻ ചെയ്ത് അങ്ങനെ നോക്കാവുന്നതുമാണ്. നിങ്ങൾക്ക് മെയിലും വരാനും സാധ്യതയുണ്ട്. ഇനി അത് എങ്കിലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ലോഗിൻ ചെയ്ത് നോക്കുകയും ചെയ്യാം.
അതോടൊപ്പം തന്നെ ഈ അസസ്മെൻറ്റ് ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത് വിചാരിച്ച് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. ഈ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അവരൊന്ന് എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് എലിജിബിൾ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ വെരിഫൈ ആൻഡ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്തിട്ട് അവർക്ക് അങ്ങോട്ട് ഈ പറയുന്ന ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന അപേക്ഷ പ്രോപ്പറായിട്ട് കൊടുക്കുക. എന്തൊക്കെയാണോ ക്വാളിഫിക്കേഷൻ ഒക്കെ ആ ലെവലിൽ തന്നെ കൊടുക്കണം. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അപേക്ഷ റിജക്റ്റ് ആയിപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അവസരം ലഭിക്കില്ല. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് കൊടുത്താൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന അസസ്മെൻറ്റ് ടെസ്റ്റ് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ വെരിഫൈ സ്റ്റാർട്ട് എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത്രയാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇതിൻ്റെ വിവിധ പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതായത് ഓഫീസർ നിങ്ങൾക്ക് ഇവിടെ കാണാം, ടെർമിനൽ സർവീസസ്, അതുപോലെ തന്നെ ജോബ് ടൈറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓഫീസർ സെക്യൂരിറ്റി വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റാമ്പിലേക്കും ഓഫീസർ തസ്തിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമുക്കൊരു സാലറി എനിക്ക് തോന്നുന്നു ഒരു 30 റൗണ്ട് ആ ഒരു സാലറിക്ക് സ്റ്റാർട്ടിങ് നമുക്ക് അതിൻ്റെ നിയറൊക്കെ ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ജോലി തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയായിരിക്കും നിങ്ങൾ ചെയ്യേണ്ട ഓരോ ജോബിൻ്റെ ഒക്കെ ഇവിടെ കൊടുക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കുക. ഇനി ലാസ്റ്റ് ഘട്ടം നമ്മൾ പറയാനുള്ളത് എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ചാനൽ നമ്മൾ ചെയ്യുന്നത് മെയിനായിട്ട് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് സ്ഥാപനങ്ങളിലും അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളിൽ വരുന്ന വേക്കൻസികളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയി പ്രൈവറ്റ് ജോബുമായിട്ട് കുത്തി കയറ്റിയാൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആകും. അതുകൊണ്ട് നമ്മൾ ഇത് വേറൊരു പുതിയ ചാനൽ തുടങ്ങി നമ്മൾ അതിലെന്താണ് പ്രൈവറ്റ് ജോബ്സ് മാത്രം അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ ആയുള്ള കാര്യമല്ല. കാരണം നമ്മുടെ കണ്ടൻറ് ഒന്നും ഒരു എവർഗ്രീൻ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും വ്യൂസ് വരുന്നൊരു കണ്ടൻറ് അല്ല. ഒരു നിശ്ചിത ഡെഡ് ലൈൻ ഉണ്ട്, അത് കഴിഞ്ഞാൽ അത് ചത്തു അല്ലെങ്കിൽ അത് കഴിഞ്ഞു. ഓക്കെ, പിന്നെ നമുക്കതിന് വ്യൂസും വരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന ആ ഒരു എഫേർട്ടിന് എന്തല്ല അത് ശരിക്കും വರ್ತല്ല. കാരണം വളരെ കുറഞ്ഞ ഏണിങ്സ് നമുക്കതിൽ നിന്ന് കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ വേറൊരു ചാനലും പാടെ തുടങ്ങിയാൽ എനിക്കത് മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പുതിയൊരു ഐഡിയ എന്നല്ല, ജസ്റ്റ് എൻ്റെ ഒരു ആശയമാണ്. ഇത് ജസ്റ്റ് നമുക്കൊരു ആപ്പ് ഉണ്ടല്ലോ ആൻഡ്രോയിഡ്. ഇനി ആപ്പ് ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആൻഡ്രോയിഡ് അല്ല, നിങ്ങളെ മറ്റേതെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ ഫോൺ ഏതെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ തരാം. അപ്പോൾ ഇവിടെ കാണാമെങ്കിൽ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി. ഇനി അതല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് GeoCell Vigilance. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ വെബ്സൈറ്റ് ഹോം പേജിൽ കയറാം. ഇവിടെ ഞാൻ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരെ ഈ പറയുന്ന നമ്മുടെ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിലേക്കാണ് വരിക. ഇവിടെ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ബൈ എന്നുള്ളത് കൊടുത്ത് നിങ്ങൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടെലഗ്രാം ഗ്രൂപ്പ്, ഓപ്പൺ ഗ്രൂപ്പ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ഫോൾഡറാണ് നിങ്ങൾക്ക് ലഭിക്കുക. അതായത് നിങ്ങൾ ഈ പറയുന്ന നമ്മുടെ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഓപ്പൺ ടെലഗ്രാം ഗ്രൂപ്പ് കിട്ടും. അതിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യാം, ഡൗട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം. അത് മാത്രമല്ല, നിങ്ങളിത് ബൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൾഡർ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കാണാൻ പറ്റുക എന്നുള്ളത് ജസ്റ്റ് ഞാൻ കാണിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണിക്കുക, നിങ്ങളുടെ കണ്ടന്റ് എന്നുള്ളത് ഇങ്ങനെ ആയിരിക്കും കാണിക്കുക. അപ്പോൾ എല്ലാറ്റി വാക്കൻസി, അതുപോലെ മെയ് മന്തിലെ ജോബ്സ് എന്നുള്ള ഫോൾഡർ കാണാം. 27 ഫയൽ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഒക്കെ PDF ഫയലുകളാണ്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ആ മെയ് ജോബ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ മെയ് ജോബ്സിൽ നിങ്ങൾക്ക് അപ്രന്റീഷിപ്പ്, ഇന്റേൺഷിപ്പ്, എയർപോർട്ട് ജോബ്സ്, ഇനി ജോബ് ഫെയർ, അതുപോലെ ആമസോൺ വർക്ക് ഫ്രം ഹോം ജോബ്, അതുപോലെ Xylem, ഡെക്കാത്ലോൺ, ഹയറ്റ്, അതുപോലെ നിങ്ങൾക്ക് ഇവിടെ HCL ടെക്, വാക്ക് ഇൻ ഇൻ്റർവ്യൂ, ഇതിങ്ങനെയുള്ള കുറേ കാറ്റഗറി ഇതിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ് പ്രൈവറ്റ് മേഖലയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്താൽ ഇതും പാടെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ഇപ്പം നമ്മൾ നോക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ എയർപോർട്ട് ജോബ്സ് ആണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. എയർപോർട്ട് ജോബ്സ് ആണ് ഒരു ഫോൾഡർ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എയർപോർട്ട് ജോബ്സിൽ ഓൾറെഡി നമ്മൾ കൊച്ചിയിൽ അവിടെയൊക്കെ ആയിട്ടുള്ള വാക്ക് ഇൻ ഇൻ്റർവ്യൂവിൻ്റെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അവിടെ മുകളിലത്തൊക്കെ നിങ്ങൾക്ക് അതാണ്. ഓക്കെ, ഇവിടെ ലാസ്റ്റ് ഫയലും കാണാം, ഇൻഡിഗോ ഗ്രൗണ്ട് സ്റ്റാഫ് വേക്കൻസി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇൻഡിഗോ എയർലൈൻ്റെ വേക്കൻസിയാണ് ഇൻഡിഗോ ഗ്രൗണ്ട് സ്റ്റാഫ് വേക്കൻസി എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് PDF ഇങ്ങനെ ഓപ്പൺ ആയി വരും, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, PDF ഓപ്പൺ ആയി വരും. ഈ PDF നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതിൽ തന്നെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ലോഡിങ്ങിന് കുറച്ച് ടൈം ഉണ്ട്. ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് വ്യൂ ചെയ്യാം ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. ഇനി ഇതിലേക്കുള്ള സെലക്ഷനൊക്കെ ഞാൻ മലയാളത്തിൽ തന്നെ അതെന്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയും നോക്കാം, സെലക്ഷൻ മെത്തേഡ് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ. ഇനി ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ഈ ഒരു പേജിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്വിക്ക് അപ്ലൈ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ 7 ദിവസം പാടെ നമുക്കിനി അപ്ലൈ ചെയ്യാൻ ബാക്കിയുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടെന്നാലും നമുക്ക് ലിങ്ക് നേരെ ഡയറക്റ്റ് ഇട്ടുകൂടാതെ. ഞാനിത് കാണിച്ചു തരാൻ കാരണം എന്താ അറിയോ, നമ്മൾ ഇത് മാത്രമല്ല എല്ലാതും നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രൈവറ്റ് ജോബ്സ്, ഇങ്ങനെയുള്ള ജോബ്സ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ ചെയ്യും. അപ്പോൾ അത് കണ്ടിട്ട് എന്ത് ചെയ്യണം, ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മുടെ ഈ പറയുന്ന ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും.
അപ്പോൾ അതിലൂടെ അവർക്ക് എന്താണ് ബാക്കി ജോലികളോ എല്ലാത്തിൻ്റെയും നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല. ബാക്കി ജോലികളൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൈവറ്റ് ജോബ്സ് ഒക്കെ ഇതിലിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം വരുന്ന മാക്സിമം എന്താണ് ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിലിടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാൻ അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതോടെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് വെബ്സൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇത് ബുക്ക് മാർക്ക് ആക്കി വെച്ചാൽ മതി, അല്ലെങ്കിൽ ലിങ്ക് എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ചാൽ മതി. ഡയറക്റ്റ് നിങ്ങൾക്ക് എന്താണ് ഇതിൽ തന്നെ ലോഗിൻ ചെയ്ത് അവിടെ ലോഗിൻ ബട്ടൺ ഉണ്ട്. ഡയറക്റ്റ് നിങ്ങളിത് ബൈ നൗ എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളോട് രജിസ്റ്റർ ചെയ്യാനാണ് ചോദിക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പറും ഡീറ്റെയിൽസും കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്ത് ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അവിടെ തന്നെ ബട്ടൺ ഉണ്ട്, ജസ്റ്റ് ഗൂഗിൾ പ്ലേ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജിയോസിയൽ എജുലാൻ ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, ഗൂഗിൾ പ്ലേയിൽ സെർച്ച് ചെയ്താലും മതി. നിങ്ങൾക്ക് ഉടനെ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ആപ്പിൽ നിങ്ങൾ മൈ കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന കോഴ്സ് ഉണ്ട്. അവിടെ ജസ്റ്റ് ഇങ്ങനെയും നിങ്ങൾക്ക് ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ മൈ കോഴ്സസ് എന്നുള്ളത് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ അതിൽ ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൽ ഓൾറെഡി വേറെ നമ്മൾ മറ്റു ടെസ്റ്റ് സീരീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ജോബ് അപ്ഡേറ്റ്സ് ഉള്ള ഇതാണ് നിങ്ങൾ എടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇത്രയാണ്. ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്